ദുൽഖർ ജസ്റ്റ് എസ്കേപ്ഡ്, അല്ലെങ്കിൽ ആണ്ടവനൊപ്പം എയറിലായേനേൻ. തഗ് ലൈഫ് ഒഴിവാക്കിയ നടന് പ്രശംസാപ്രവാഹം. ഇന്ത്യൻ സിനിമയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഒരിക്കലും ഒഴിവാക്കാൻ സാധിക്കാത്ത രണ്ടു പേരുകളാണ് കമൽ ഹാസനും മണിരത്നവും. ഇരുവരും ആദ്യമായി ഒരുമിച്ചപ്പോൾ പിറന്നത് തമിഴിലെ ക്ലാസിക് സിനിമയെന്ന് വാഴ്ത്തപ്പെടുന്ന നായകനാണ്. അതുകൊണ്ടുകൂടി വർഷങ്ങൾക്ക് ശേഷം ഉലകനായകനും മണിരത്നവും ഒരുമിക്കുന്ന സിനിമ വരുന്നുവെന്ന പ്രഖ്യാപനം വന്നപ്പോൾ മുതൽ പ്രേക്ഷകരും പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നത്. തഗ് ലൈഫ് ഇന്നാണ് തിയേറ്ററുകളിൽ റിലീസ് ചെയ്തത്. മണിരത്നം സംവിധാനം ചെയ്ത സിനിമയ്ക്ക് തിരക്കഥയൊരുക്കിയത് മണിരത്നവും കമൽഹാസനും ചേർന്നാണ്. ചിമ്പു, തൃഷ, അഭിരാമി, ഐശ്വര്യ ജോർജ്, ജോജു ജോർജ് തുടങ്ങിയവരാണ് കമൽഹാസന് പുറമെ സിനിമയിലെ മറ്റു പ്രധാന വേഷങ്ങൾ ചെയ്തത്. 40 വർഷത്തെ സിനിമാ ജീവിതത്തിനിടെ കമൽഹാസനൊപ്പം ചിമ്പു അഭിനയിച്ച ആദ്യത്തെ സിനിമയുമാണ് തഗ് ലൈഫ്. ചെക്കച്ചിവന്തവാനമായിരുന്നു ഇതിനു മുമ്പ് ചിമ്പു അഭിനയിച്ച മണിരത്നം സിനിമ. കമൽഹാസൻ, ആർ മഹേന്ദ്രൻ, മണിരത്നം, ശിവ ആനന്ദ്, ഉദയനിധി സ്റ്റാലിൻ എന്നിവ ചേർന്ന് നിർമ്മിച്ച സിനിമയ്ക്ക് സംഗീതമൊരുക്കിയിരിക്കുന്നത് AR റഹ്മാനാണ്. ഗ്യാങ്സ്റ്റർ ആക്ഷൻ ഡ്രാമ കാറ്റഗറിയിൽ പെടുന്ന സിനിമയുടെ പ്രൊമോഷനായി കമൽഹാസൻ കേരളത്തിലും എത്തിയിരുന്നു. എന്നാൽ സിനിമയ്ക്ക് സമ്മിശ്ര പ്രതികരണമാണ് പ്രേക്ഷകരിൽ നിന്നും ലഭിക്കുന്നത്. പ്രെഡിക്റ്റബിളായ കഥയും ക്ലൈമാക്സും സ്ഥിരം ക്ലീഷേ ഗ്യാങ്സ്റ്റർ ഫൈറ്റുമാണ് തഗ് ലൈഫ് എന്നാണ് പ്രേക്ഷക പ്രതികരണങ്ങൾ. സിനിമയുടെ ട്രെയിലറിൽ പോലും പുതുമ തോന്നുന്നിരുന്നതുകൊണ്ട് തന്നെ കേരളത്തിലെ തിയേറ്ററുകളിൽ വലിയ തള്ളിക്കയറ്റവും റിലീസ് ഡേയിൽ ഉണ്ടായിരുന്നില്ല. പൊതുവെ ഒരു സിനിമ റിലീസായാൽ ഏറ്റവും കൂടുതൽ ചർച്ചയാവുക അതിൻ്റെ ഭാഗമായ താരങ്ങളും അണിയറ പ്രവർത്തകരും ആകും. എന്നാൽ തഗ് ലൈഫിൻ്റെ കാര്യത്തിൽ നേരെ തിരിച്ചാണ്. തഗ് ലൈഫ് ശരാശരി അനുഭവം മാത്രം നൽകുന്ന സിനിമയാണെന്ന് പ്രതികരണങ്ങൾ വന്നതോടെ പ്രശംസ ലഭിക്കുന്നത് ഏറെയും ദുൽഖർ സൽമാനും രവി മോഹനുമാണ്.